Good morning students. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇ ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് ബാങ്കിങ്. ഇന്ന് കൂട്ടുന്നതൊക്കെ ഇലക്ട്രോണിക് ആണ്, അതായത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. അതായത് എന്താ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഇ ബാങ്കിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ ബാങ്കിങ് സർവീസസ് ഒക്കെ ബാങ്കിലൊക്കെ നമ്മൾ എന്താ, ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്പർ ഓഫ് എന്താ പറയുക കോമ്പറ്റീഷനും, ഹ്യൂജ് കോമ്പറ്റീഷനും, അതേപോലെ തന്നെയാണ് എന്താണ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ബാങ്ക് അല്ലേ. ഇവിടെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പം ഏറ്റവും ഹ്യൂജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സും ഹ്യൂജ് കോമ്പറ്റീഷനും ഉള്ള, അതേ അറ്റ് ദ സെയിം ടൈം നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പം നോർമലി നമ്മൾ എന്താണ് ഈ ബാങ്കിങ് സർവീസസ്, അതായത് എന്തൊക്കെ സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, മണി മാർക്കറ്റ്, ലോണ്, ക്രെഡിറ്റ് കാർഡ് സർവീസസ്, ഡെബിറ്റ് കാർഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാർഡ് സർവീസസ്. ഇതൊക്കെ മുന്നേ നമുക്ക് എന്താണ് നമ്മളെല്ലാവരും നേരിട്ട് ബാങ്കിൽ പോയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു നീണ്ട ക്യൂ ബാങ്കിൻ്റെ മുന്നിൽ കാണാം. നമ്മൾ നിന്നിട്ട് കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ട് കുറേ ഡിലേ വന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അതെന്താണ്, ഈ കോൺസെപ്റ്റ് ഓഫ് ഇ ബാങ്കിങ്, അതായത് ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് മാറി. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് ഈ കോൺസെപ്റ്റ് വന്നതോടുകൂടി കുറച്ചും കൂടി എന്ത് പറ്റുന്നു, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് എഫക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഈ ബാങ്കിങ് കോൺസെപ്റ്റ്. ഡിജിറ്റൽ ബാങ്കിങ് ആയിട്ട് നമ്മളിപ്പം മാറി. അപ്പം നമുക്കിപ്പോൾ വീട്ടിലിരുന്നിട്ടായാലും നമുക്ക് എല്ലാ പേയ്മെൻറ്റ് സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം, അതായത് ATM കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിലും പാൻ കാർഡ് അങ്ങനെയുള്ള കാർഡിൽ അപ്ലൈ ചെയ്യാനും വളരെ ചുരുക്കം ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മളിപ്പോൾ ബാങ്കിലേക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിച്ചു? ഇന്ന് ബാങ്കിൽ പോയൊരു വലിയ ക്യൂ കാണാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പറ്റുന്നു? നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ATM കാർഡ് മിസ്സായാലും ശരി, പുതിയത് അപ്ലൈ ചെയ്യാനാലും ശരി, എന്തിനും റിന്യൂ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പം ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് പറ്റുന്നത്. അതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഇ ബാങ്കിങ് എന്താണ്? ഈ ഇ ബാങ്കിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നതോടുകൂടി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ഫസ്റ്റ് വൺ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് 24 hours 365 days ഇയർ സർവീസ് ടു ദ കസ്റ്റമേഴ്സ് അല്ലേ. മറ്റത് നമ്മൾ ബാങ്കിൽ ഒരു 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ള ടൈം നമുക്ക് അലൗ ചെയ്ത് തരും. അതിനുള്ളിൽ വേണം നമ്മൾ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ഹ്യൂജ് ക്യൂ ഉണ്ടാവുന്നത്, നമ്മളെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടത്. പക്ഷേ വേറെ ഇ ബാങ്കിങ് സിസ്റ്റം വന്നതോടുകൂടി എന്ത് പറ്റി? നമുക്ക് ഏത് സമയത്തും 24 hours ഒരു വർഷത്തിൽ എല്ലാ സമയത്തും നമുക്ക് എന്താവും, നമ്മളെ വിരൽത്തുമ്പിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളെ ബാങ്കിങ് സർവീസസ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഇറ്റ് ലോവേഴ്സ് ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാങ്കിലേക്ക്, നമ്മളെ വീട് എവിടെയോ നമ്മളെ ബ്രാഞ്ച് കുറച്ച് അപ്പുറത്തൊക്കെ ആയിരിക്കും ബാങ്കിന് ഉണ്ടാവുക. അവിടേക്കൊക്കെ പോകാനുള്ളൊരു ടൈമും നമ്മളെ ട്രാൻസാക്ഷൻ കോസ്റ്റും ഒക്കെ എന്താവും, കുറയുന്നു. പിന്നെന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി അല്ലേ. ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആവുന്നുണ്ട്. നമുക്ക് അതിനൊരു തല്ല് പിടിത്തവും ഒരു അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അറ്റ് ദ സെയിം ടൈം അതെന്താണ്, ട്രാൻസ്പെറൻറ്റും ആയിരിക്കും, നമുക്ക് കുറച്ച് ഈസി ആവാനും പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്? കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് ദ ട്രാൻസാക്ഷൻ ഫ്രം ഓഫീസ്, ഹോം അല്ലേ. അതായത് നമ്മൾ എവിടെ ഇരുന്നാണോ അവിടെ ഇരുന്നിട്ട് നമുക്കിപ്പം ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് നമ്മൾ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ബാങ്കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ടെക്നോളജി യൂസ്ഡ് ഇൻ ബാങ്കിങ്. എന്തൊക്കെ ടെക്നോളജീസ് ആണെന്നുള്ളത് എന്താണ് അതിൽ പറയുന്നത്? അതായത് മുന്നേ നമുക്ക് എന്താണ്, മുന്നേയുള്ള ടെക്നോളജീസിനേക്കാളും കുറച്ചും കൂടി ഇപ്പോൾ ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ബേസിക് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഒബ്ലിഗേറ്റഡ് ഫങ്ഷൻസ് ഓഫ് റൺ അല്ലേ. ബാങ്കിങ്ങിൻ്റെ ഒരു ബേസിക് ഒബ്ലിഗേഷൻസും അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ഇപ്പോൾ നടക്കുന്നത് ടെക്നോളജി വഴിയാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇതിലൊരു കുറച്ചൊരു എന്താ പറയുക, പാസ്റ്റ് കാര്യങ്ങളും ഇപ്പം നടക്കുന്നതും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂ ടെക്നോളജിക്ക് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മൊബിക്വിക്ക്, പേയു, ET മണി, പോളിസി ബസാർ, അങ്ങനെയുള്ള പേയ്മെൻറ്റ്, Paytm, ഫോൺ പേ, അങ്ങനെയുള്ള കുറേ ന്യൂ അഡ്വാൻസ്ഡ് ടെക്നോളജി മീൻസ് അഡ്വാൻസ്ഡ് വേയിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഈ ബാങ്കിങ് സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ എന്താണ്? EFT എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ.
EFT എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അതായത് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുന്നേ എങ്ങനെയായിരുന്നു? നമുക്ക് ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, എനിക്കിപ്പം വേറൊരാൾക്ക് പൈസ കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ബാങ്കിൽ പോകുന്നു, ചെക്ക് എടുക്കുന്നു, ചെക്ക് എഴുതുന്നു, അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവിടുന്ന് ക്യാഷ് എടുത്തിട്ട് നമ്മൾ അടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ ഒരു സമയം എടുത്തിട്ടുള്ള പേപ്പർ വർക്ക്സ് ആയിരുന്നു നടന്നത്. പക്ഷേ ഇപ്പോൾ EFT എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തതോടെ EFT എന്ന് പറഞ്ഞാൽ എന്താ, ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെയാക്കി? ഇലക്ട്രോണിക്കലി ആക്കിയതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇവിടുന്ന് എന്താ, എൻ്റെ ഫോണിൽ നിന്ന് ഒറ്റ ക്ലിക്കിൽ ആളുടെ അക്കൗണ്ട് നമ്പർ എന്താണോ, അയാളുടെ IFSC കോഡ് എന്താണെന്നുള്ളത് ബാങ്കിങ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇരുന്നിട്ട് ഈ ഫോണിൽ നിന്ന് അടുത്ത ഫോണിലേക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ഇത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഇവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇവൻ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് യൂസ് ചെയ്യുന്ന നിങ്ങളെപ്പോലത്തെ സ്റ്റുഡൻസ് ആയാലും ഫണ്ട് എങ്ങനെയാണ് നമുക്ക് എത്തിക്കുന്നത്? ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ അതുതന്നെയാണ് EFT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഫണ്ട് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ ഐദർ വിത്ത് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അക്രോസ് ദ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, പിന്നെന്താണ് അതിൽ പറയുന്നത്? നമ്മൾ കമ്പ്യൂട്ടറോ ഫോണോ ATM കാർഡൊക്കെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ്. ദെൻ വാരിയസ് മോഡ്സ് ഓഫ് ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ഡിജിറ്റൽ വാലറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ UPI ഇതിൽ പഠിക്കാനുണ്ട്. UPI, NEFT, RTGS, IMPS അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഈ പേയ്മെൻറ്റ് മെത്തേഡ് പഠിച്ചില്ലേ? ഗൂഗിൾ പേ, Paytm, ഫോൺപേ എന്ന് പറഞ്ഞ പോലെ EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ RTGS, അതേപോലെ തന്നെ IMPS, NEFT എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം നെഫ്റ്റ്, അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, NEFT. നെഫ്റ്റ് അതായത് ഫസ്റ്റ് വൺ നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അതിനാണ് നെഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫണ്ട് EFTൻ്റെ ഒരു മെത്തേഡാണ്. അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓർ നെഫ്റ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ടു ട്രാൻസ്ഫർ മണി ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ നെഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, NEFT മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ്? Usually salary transfer from companies are doing NEFT. The funds are transferred on deferred settlement basis which implies that the money is, അതായത് നമ്മൾ എന്ത് ചെയ്യുക? യൂഷ്വലി ഇത് സാലറീസ് എംപ്ലോയീസിന് സാലറി കൊടുക്കാനൊക്കെ നമ്മളെ കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പേയ്മെൻറ്റ് മെത്തേഡാണ്. ഈ നെഫ്റ്റ് എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൽ എന്താണ് പറയുന്നത്? ഇതിൻ്റെ റീറ്റെയിൽ ബാങ്കിങ് ലിമിറ്റ് സെറ്റിൽ ബൈ SBI ₹10 lakhs. ഓക്കെ, ഇതിലൊരു SBIൻ്റെ മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു സർട്ടൻ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നെഫ്റ്റിൻ്റെ സർട്ടൻ ലിമിറ്റ് എന്ന് പറയുന്നത് 10 lakh ആണ്. 10 ലക്ഷം വരെ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ എന്താണ്? The transaction cannot be completed over the weekends and the bank holidays. It will be completed on the next working day. അതൊക്കെ കോമൺ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്താണ്? വാരിയസ് റിക്വയർമെൻറ്റ്സ് കണ്ടക്ട് നെഫ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും? റെസിപ്റ്റിയൻ നെയിം, ആർക്കാണോ പണം അയക്കണം അയാളുടെ നെയിം, അയാളുടെ ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈ ബാങ്കിങ് ഫണ്ട്, അതായത് EFT സിസ്റ്റം, അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് ആണ് നെഫ്റ്റ്. സെക്കൻഡ് വൺ RTGS. ഇത് കുറച്ചും കൂടി നമുക്ക് കോമൺ ആൾക്കാർക്ക് കൂടി കുറച്ചും കൂടി ഫെമിലിയർ ആണ് RTGS, അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മെത്തേഡ് RTGS. അതിലെങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മണി ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം എന്താണ് വൺ അക്കൗണ്ട് ഫ്രം
വൺ ബാങ്ക് ടു അനദർ ഓൺ എ റിയൽ ടൈം ബേസിസ് യൂസിങ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അതായത് റിയൽ ടൈം ബേസിസിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് RTGS കൊണ്ട്